നമ്മളുടെ MLA കാണാനാണ് നമ്മൾ വന്നത്. MLA എവിടെ? MLA അതാ MLA എവിടെ? MLA എന്ന് ചോദിച്ചാൽ MLA നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. MLA ഈ വേഷത്തിൽ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടോ? ഇതാ കണ്ടോളൂ, ഇതാണ് നമ്മളുടെ ബൈക്സ് നോക്കൂ. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് ഒരു ആഘോഷമാണ്, പക്ഷെ ഇങ്ങനെ ആഘോഷമാക്കി ആദ്യമായിട്ട് റിപ്പോർട്ട്. ഞങ്ങൾ നിങ്ങളെക്കാൾ ഒരിക്കലും പതറാത്ത സിദ്ദീഖ് അല്ലേ? കുതിരയുടെ മുന്നിലും പതറില്ല. കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടോ സിദ്ദീഖ്? കുതിരപ്പുറത്ത് വളരെ മുമ്പ് കയറിയിട്ടുണ്ട്, ഇപ്പം കയറാറില്ല. ഒന്ന് കയറിയാലോ? ഒരു ടെൻഷനുണ്ട്. അപ്പോഴേ എന്നെ ഇതിൽ താഴെ ഇറക്കണം. മറ്റേ നമ്മുടെ കിലുക്കത്തിലെ മോഹൻലാലിൻ്റെ അടുത്ത് രേവതി പറയുന്ന പോലെയാ, എന്നെ നിങ്ങൾ പിടിക്കുമെന്നൊരു ചോദ്യമുണ്ട്. തൽക്കാലം ബൈക്ക് പിടിച്ചാൽ മതി, ഞാൻ ഇറങ്ങിക്കോളാം. ഓക്കെ. അപ്പോൾ നമ്മൾ സിദ്ദീഖിനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. തണുപ്പൊന്നും ഇല്ലല്ലോ അല്ലേ കാര്യമായിട്ട്? ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇവൻ്റെ പേര് ജാക്കി. ബൈക്സ് ജാക്കി. ഞങ്ങൾ യാത്ര തുടങ്ങിയത് കോട്ടയത്തു നിന്നാണ്. കോട്ടയം മുതൽ തന്നെ ജാക്കിയാണ്. അപ്പോൾ കോട്ടയത്ത് നിന്ന് യാത്ര തുടങ്ങാൻ ഒരു കാരണമുണ്ട്. ഇവിടെ ജോസ് കെ മാണിയുടെ പാർട്ടിയില്ലേ, കേരള കോൺഗ്രസ് മാണി, പണ്ട് കുതിരയായിരുന്നു ചിഹ്നം. അപ്പോൾ പണ്ടൊരു കഥയുണ്ട്. ഈ കുതിര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ വന്ന ഈ അന്ന് കെ എം മാണിയുടെ ആൾക്കാരുണ്ടല്ലോ, ഒരു വല്യമ്മ വന്നിട്ട് ഒട്ടകത്തിൽ കൊണ്ട് കുത്തി. ഒട്ടകത്തിന് കുത്തിയിട്ട് അന്ന് ആ ഒട്ടകം 15,000 വോട്ട് പിടിച്ചു കേട്ടോ, കുതിരയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട്. അപ്പോൾ ആ അമ്മച്ചി ഒന്ന് ചോദിച്ചൊരു ചോദ്യം, ഈ കുതിരയ്ക്ക് എന്താ മോനെ ഇതിൻ്റെ കൂന് വളഞ്ഞിരിക്കുകയാണല്ലോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുതിരയെ തന്നെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ഒരു പുനരാവർത്തനമാണ്. അതെ. അപ്പോൾ മാത്രമല്ല എല്ലാ രാഷ്ട്രീയത്തിലും കുതിര വലിയൊരു പ്രധാനപ്പെട്ട ഘടകമല്ലേ. അപ്പോൾ ഞാൻ സിദ്ദീഖിലേക്ക് വരാം. സിദ്ദീഖിന് വിഷമമുള്ളൊരു വാർത്തയാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. സിദ്ദീഖിനെ കുറിച്ചല്ല, സിദ്ദീഖിനെ കുറിച്ച് നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നേ ഇല്ല. അറിയായിരിക്കുമല്ലോ എന്തായിരിക്കും സ്വാഭാവികമായും. പത്മജ വേണുഗോപാലുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇതിപ്പോൾ ആ വാർത്ത ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം വയനാട്ടിൽ സ്വാഭാവികമായി എല്ലാതരം രുചിയുള്ള ഭക്ഷണം കിട്ടും. അത്ര രുചിയില്ലാത്തൊരു കാര്യം ആശ്വസിപ്പിക്കാതെ അല്ല, ഇപ്പൊ ഒരു പുതിയ ട്രെൻഡ്, ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് നന്നായി കൂടി വരികയാണ്. വളരെ ഹൈ ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ചായക്കടയിലോട്ട് കയറിയാലോ? രാവിലെ ചായക്കട മുതൽ രാത്രി ഓപ്പൺ ആയിട്ടുള്ള ചായക്കട മുതൽ എല്ലാ രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളും ഇപ്പൊ വയനാട്ടിൽ ലഭ്യമാണ്. അപ്പോൾ സിദ്ദീഖ് MLA ഒരു പ്രത്യേകത, ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും നാട്ടിൻപുറത്തെ ആൾക്കാർ കൂടുന്ന സ്ഥലത്തൊക്കെ സിദ്ദീഖ് MLA നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. MLA ഞാൻ പറയാൻ പോകുന്ന കാര്യം വിഷമം പിടിച്ചൊരു കാര്യമാണ്, എനിക്കറിയാം. രാവിലെ നമ്മൾ തുടങ്ങേണ്ടത് അങ്ങനെ ഒരു വിഷയത്തിലല്ല തുടങ്ങേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ രാവിലെ സംഭവിക്കാൻ പോകുന്നത് പത്മജ വേണുഗോപാൽ 11 മണിയോടുകൂടി ആ സ്ഥാനത്ത് എത്തും എന്നാണ് ഇപ്പോൾ ലേബി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ JP നദ്ദയും പ്രകാശ് ജാവ്ദേക്കറിനെയും പത്മജ വേണുഗോപാൽ കണ്ടിരുന്നു അത്രേ. അങ്ങനെയാണെങ്കിൽ അത് കുറച്ച് നാളായിട്ടുള്ള നീക്കമാണ്. ഈ നീക്കം നമ്മൾ അറിഞ്ഞില്ലേ? അങ്ങനെ ഒരു പ്രതീക്ഷിക്കേണ്ട ആളല്ല ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ മകൾ എന്നുള്ളത്. അത്തരം ലീഡർ ശ്രീ കെ കരുണാകരൻ കോൺഗ്രസിൻ്റെ വലിയ രീതിയിലുള്ളതായ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വലിയ രീതിയിൽ നേതൃത്വം കൊടുത്ത് കോൺഗ്രസിനെ ഉണ്ടാക്കിയെടുക്കാൻ നേതൃത്വം കൊടുത്ത, UDF ഉണ്ടാക്കിയെടുക്കാൻ നേതൃത്വം കൊടുത്ത പ്രഗത്ഭനായിട്ടുള്ള കോൺഗ്രസ് നേതൃത്വമാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ അടുത്ത് നിന്ന് അവർ KTDCയുടെ ചെയർപേഴ്സണായിട്ടുണ്ട്, അവർ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്, കോൺഗ്രസിൽ പല സ്ഥാനങ്ങളിൽ അവർ വഹിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു വ്യക്തി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വാതിൽക്കൽ നിൽക്കുമ്പോൾ ഇത്തരമൊരു നടപടിക്ക് നേതൃത്വം കൊടുക്കും എന്ന് ഏത് പ്രശ്നമുണ്ടെങ്കിലും ആരും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ കാണുന്നത് ഇതിൽ വാർത്തകൾ പുറത്തു വരാനുണ്ട്, ഇതിലെന്തെങ്കിലും കാര്യമായിട്ടുള്ള റീസൺ ഉണ്ടാവും. ആ കാര്യമായിട്ടുള്ള റീസൺ ഉത്തരേന്ത്യയിലെയും മറ്റുള്ള ഇടങ്ങളിലെയും മഹാരാഷ്ട്രയിലുമൊക്കെ അശോക് ചവാനും അതുപോലെ മറ്റുള്ളതായിരിക്കുന്ന ആളുകൾക്കൊക്കെ സംഭവിച്ചതായിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള വ്യതിയാനത്തിൻ്റെ കണക്ടിവിറ്റി അതിലുണ്ടോ എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കണം. ED ആദായ നികുതി അന്വേഷണത്തിൻ്റെ മേഖലകൾ ഈ വിഷയത്തിലും കടന്നുകൂടിയോ എന്നുള്ള ഒരാശങ്കയാണ് പ്രധാനപ്പെട്ടതായിരിക്കുന്ന പലരും പരസ്പരം പങ്കുവെക്കുന്ന ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെഗ്മെൻറ്റ് ഇതിൽ പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് രാഷ്ട്രീയ വൃത്തത്തിനകത്ത് നിന്ന് കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് പത്മജ വേണുഗോപാലിനെ EDയുടെയോ മറ്റന്വേഷണ ഏജൻസിയുടെയോ മുൻപിൽ ഒരു ബ്ലാക്ക് മെയിൽ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് BJPയിലേക്ക് കൊണ്ടുപോകുന്നത്, അഥവാ ബ്ലാക്ക് മെയിലിന് വിധേയമായി. അത് അത്തരമൊരു സാഹചര്യം അവരുടെ ഫാമിലി അവർ നേരിട്ടിട്ടുണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അശോക് ചവാനെ പോലെയുള്ളതായിരിക്കുന്ന ഒരാൾ മഹാരാഷ്ട്രയിൽ പാർട്ടി വിട്ടപ്പോൾ കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹം പറഞ്ഞത്
ആദർശ് ഫ്ലാറ്റ് കുംഭകോണവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂ ഉണ്ടായി. അദ്ദേഹം പറഞ്ഞ് പോകാൻ എനിക്ക് ഒരിക്കലും ആവില്ല, പക്ഷേ ഞാൻ പോയില്ലെങ്കിൽ ഞാൻ ഉള്ളിൽ കിടക്കേണ്ടി, ഞാനും മകനും ഉള്ളിൽ കിടക്കേണ്ടി വരും. ഈ രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും എന്നോട് പറഞ്ഞു, ഞങ്ങൾ യാത്രാമധ്യേ വിവരങ്ങൾ ചോദിക്കും. യാത്രാമധ്യേ ചോദിച്ചും കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയതെന്നാണ് രമേശ് ചെന്നിത്തലയോട് നേരിട്ട് വന്ന് കരഞ്ഞ്, എനിക്ക് വയ്യ, ഞാൻ പോയില്ലെങ്കിൽ എന്നെ പിടിച്ചകത്താക്കും. ഇത് രാജ്യം മുഴുവൻ സംഭവിച്ചത്. ധാർമ്മിക ശേഷിയും ഇൻറ്റഗ്രിറ്റിയും ഉള്ളതായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ നേരിടാൻ പറ്റൂ BJP-യെ. അധികാരമുള്ള രാഹുൽ ഗാന്ധി 56 മണിക്കൂർ ചോദ്യം ചെയ്തു. എന്തിനു വേണ്ടിയായിരുന്നു? ഒരൊറ്റ പർപ്പസാണ്, മാനസികമായി തകർക്കുക, കീഴ്പ്പെടുത്തുക. അതാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ അതിന് നിർഭയനായി പോരാടി രാഹുൽ ഗാന്ധി. ആ പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റി, ആ പൊളിറ്റിക്കൽ ഔന്നിത്യം കരുണാകരനുണ്ടായിരുന്നു. കരുണാകരന്റെ മകൾക്ക് അത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് സിദ്ദീഖ് MLA നമ്മളോട് പറയുന്നത്. അതിലൊന്ന്, ഒരു രാഷ്ട്രീയമായ ധാർമ്മികതയുടെ ശേഷി ചോർന്നു പോകുമ്പോഴാണ് BJP-യിലേക്ക് മാറുന്ന തരത്തിൽ തീരുമാനമെടുക്കാൻ സാധ്യതയുള്ളത്. ലീഡറിനുണ്ടായിരുന്ന രാഷ്ട്രീയ ധാർമ്മിക ശേഷി മകൾക്കില്ലാതെ പോയി. നമ്പർ 2, ഈ മകൾ പത്മജ വേണുഗോപാൽ ഒരുപക്ഷെ ഏതെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഒരു 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 കുറ്റകൃത്യത്തിൻ്റെ പേരിൽ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അത് ആ കുടുംബത്തിന് ഒരുപക്ഷെ ED അന്വേഷണം വന്നതുകൊണ്ടോ മറ്റേതെങ്കിലും അന്വേഷണം വന്നതുകൊണ്ടോ ആകാമോ എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് സംശയിക്കുന്നത് എന്നാണ് സിദ്ദീഖ് MLA പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളും എനിക്കൊന്ന് പത്മജ വേണുഗോപാലുമായി സംസാരിച്ചിരുന്നു സിദ്ദീഖ് MLA. ഞാനുമായിട്ട് ഊഷ്മള ബന്ധമുള്ള വ്യക്തിത്വമാണ്. ഞാൻ ഇന്നലെ ട്രൈ ചെയ്തിരുന്നു. 3 തവണ ഞാൻ അവരെ എടുത്തില്ല, ഒരു ഫോൺ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് അവരുമായിട്ട് വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളുമായി ഞാൻ സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞതും സമാനമായിട്ടുള്ള ചില സാഹചര്യങ്ങളാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം. നിവൃത്തിയില്ലാതെ പോകുന്നു എന്നാണ് ആ രീതിയിലുള്ള സംസാരങ്ങളാണ് അവരുടെ. കോൺഗ്രസിൽ നിന്നുള്ള അതൃപ്തിയേക്കാൾ അവർ ഭയക്കുന്നു. എന്തിനു? ചില മേഖലകളെ അവർ ഭയക്കുന്നു. അതെന്താണ് റീസൺസ് എന്നുള്ളത് പുറത്ത് വരേണ്ടതുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പത്മജ വേണുഗോപാൽ, കെ മുരളീധരനൊക്കെ രാഷ്ട്രീയ രംഗത്ത് വന്നതിന് ശേഷം അദ്ദേഹമൊക്കെ ലീഡർഷിപ്പ് എടുത്ത്, സ്ട്രെയിൻ എടുത്ത് പാർട്ടിയെ ബിൽഡ് ചെയ്യാൻ, പ്രവർത്തകർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ, ആത്മവിശ്വാസം കൊടുക്കാൻ, പ്രതിസന്ധികളിൽ പ്രവർത്തകന്റെ കൂടെ നിൽക്കാൻ, ആ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ് പ്രിയപ്പെട്ട ശ്രീ കെ മുരളീധരൻ. എനിക്ക് തോന്നുന്നു പത്മജ വേണുഗോപാൽ അത്തരമൊരു ക്രൈസിസ് മാനേജ്മെൻറ്റോ ഒരു പ്രവർത്തകന്മാരെ ആ രീതിയിൽ ലീഡ് ചെയ്തിട്ടുള്ളതായിരിക്കുന്ന ഒരു ശേഷിയോ അവരിൽ നിന്നൊന്നും ഇതുവരെ ഉണ്ടായതായി എനിക്ക് നേരിട്ട് ബോധ്യമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അനിൽ ആന്റണി പോയി കേരളത്തിൽ, ഒരു പ്രമാദമായ ചർച്ചയായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിന് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. പത്മജ വേണുഗോപാൽ ഇനി ഇൻ കേസ് അവർ BJP മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകന്മാർ തളരുകയല്ല ചെയ്യുക. കോൺഗ്രസ് പ്രവർത്തകന്മാർ വലിയ വീര്യത്തോടുകൂടി BJP-ക്കെതിരായിട്ടുള്ള വലിയതായിരിക്കുന്ന മൂവ്മെന്റിന് കേരളത്തിൽ നേതൃത്വം കൊടുക്കും. പത്മജ വേണുഗോപാലും അതുപോലെയുള്ളതായിരിക്കുന്ന ആളുകളും അല്ല പാർട്ടി. ടി സിദ്ദിഖ് അല്ല പാർട്ടി. പാർട്ടി എന്നുള്ളത് ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന, പാർട്ടിക്ക് വേണ്ടി ജയിലിൽ പോകുന്ന ഇപ്പോഴും നിരവധി പ്രവർത്തകന്മാർ ജയിലിലാണ്, അടികൊണ്ടുകൊണ്ടിരിക്കുകയാണ്, കേസിനെ നേരിടുകയാണ്. നിരവധി ആളുകൾ ആശുപത്രിയിലാണ്. ഇത് മുഴുവൻ നടത്തുന്നത് ഒരു ഭാഗത്ത് CPM-നെതിരെ, ഒരു ഭാഗത്ത് BJP-ക്കെതിരെ. അവർ പഞ്ചായത്ത് മെമ്പർമാർ പോലും അല്ല, അവരൊരു ബോർഡ് മെമ്പറല്ല. അവരാണ് പാർട്ടിയുടെ ശക്തി, അല്ലാതെ ഈ ആനപ്പുറത്തിരിക്കുന്ന ആളുകളൊന്നുമല്ല. ആനപ്പുറത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് BJP-യിൽ പോയാൽ വിലയുണ്ടാകും എന്നുള്ളതാണ് അവരുടെ ധാരണ. ജനം പുച്ഛിച്ചു തള്ളും, തറക്കില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ ഷാർപ്പായിട്ടുള്ള റിയാക്ഷനാണ് ഇനി ഈ ഘട്ടത്തിൽ സിദ്ദീഖ് MLA-യുടെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിതമാണ്. കാരണം പ്രവർത്തകരെല്ലാം തെരുവിൽ പ്രതിഷേധവുമായിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടുണ്ട്. നോക്കൂ, സഹോദരൻ കെ മുരളീധരൻ മത്സരിക്കുന്നു വടകരയിൽ. ഇതിനകം തന്നെ പ്രചരണ വിഷയമായി കഴിഞ്ഞിരിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ MLA-മാരെയൊക്കെ ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ BJP-യിലേക്ക് പോകുമോ എന്നൊരു വലിയ രാഷ്ട്രീയ ആരോപണം വയ്ക്കുമ്പോഴും അതിനെ മറികടക്കാൻ കെ മുരളീധരന് കഴിയുമായിരുന്നത് ലീഡർ കെ കരുണാകരൻ്റെ മകന് ഒരിക്കലും BJP-യിലേക്ക് പോകാൻ കഴിയില്ല. പക്ഷെ മകൾ പോകുമ്പോൾ അത് മുരളീധരൻ്റെ ഒരു ആത്മവീര്യത്തെ കൂടി ബാധിക്കുന്നു. കെ മുരളീധരൻ ഒരു വലിയ പൊളിറ്റിക്കൽ ഫൈറ്ററാണ്. അദ്ദേഹം ദേശീയ തലത്തിൽ തന്നെ വിവിധ സ്റ്റേറ്റുകളുടെ ചുമതലയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിത്വമാണ്. അദ്ദേഹം എല്ലാ സന്ദർഭങ്ങളിലും മൈനോറിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സമയത്ത് മൈനോറിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യും, മെജോറിറ്റിയുടെ വിശ്വാസം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സമയത്ത് അതിനുവേണ്ടി ശക്തമായി ഇറങ്ങും. കേരളത്തിലെ ഒരു കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടൊരു പൊളിറ്റിക്കൽ ഐക്കണാണ് ശ്രീ കെ മുരളീധരൻ. അദ്ദേഹം ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പവർഫുൾ വോയിസും ലീഡർഷിപ്പ് കപ്പാസിറ്റിയും ഉള്ളതായിരിക്കുന്ന വ്യക്തിത്വമാണ്.
അദ്ദേഹത്തെ ചിലപ്പോൾ സഹോദരി എന്ന രീതിയിൽ അദ്ദേഹത്തെ മാനസികമായി ഇത് ചെറിയ രീതിയിൽ അദ്ദേഹത്തിന് ഷെയ്ക്ക് ചെയ്യാനുള്ളതായിരിക്കുന്ന സാധ്യത ഞാൻ കാണുന്നു. പക്ഷേ കെ മുരളീധരനിലുള്ളതായിരിക്കുന്ന പോരാട്ട വീര്യമുണ്ട്. ആ പോരാട്ട വീര്യം ഒരിക്കൽ പോലും ഈ കാര്യത്തിൽ അദ്ദേഹത്തെ തളർത്തില്ല എന്നുള്ളത് മാത്രമല്ല, പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് ഏത് രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം, അത് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട്, ഇടപെടൽ കൊണ്ട് അത് ഒരു അന്യാദൃശ്യമായി കാണിച്ചു തന്നതായിരിക്കുന്ന ലീഡർഷിപ്പാണ് ശ്രീ കെ മുരളീധരൻ. അപ്പോൾ മാനസികമായ ഒരുപക്ഷെ സഹോദരി എന്ന നിലയിൽ അല്പം വിഷമം ഉണ്ടായേക്കാമെങ്കിലും ആ പോരാട്ട വീര്യത്തെ തളർത്താൻ കഴിയില്ല എന്നുള്ളത്. ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഒറ്റ കാര്യം കൂടി ചോദിച്ചാൽ നമുക്ക് ഈ വിഷയം അവസാനിപ്പിച്ച് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും വരാം. അതിനു മുമ്പ് ഒരു ചായ കൂടെ കുടിച്ചാലോ? ഒരു ചായ കൂടെ കുടിക്കാം. അപ്പോൾ നല്ല കടുപ്പത്തിലൊരു ചായ. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കടുപ്പത്തിൽ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോവാണ്. ഒന്നുമില്ല കേട്ടോ, അതിന് നമ്മൾ പൊതുവെ കൊടുക്കുന്നൊരു ബിൽഡപ്പ് മാത്രമാണ്. എനിക്ക് ലൈറ്റ് മതി. എനിക്ക് കടുപ്പായിക്കോട്ടെ. അപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കുക. അതായത് പത്മജ വേണുഗോപാലിന് പാർട്ടി കൊടുക്കാവുന്ന സ്ഥാനമാനങ്ങളെല്ലാം കൊടുത്തു. അതായത് ഈ കുടുംബവാഴ്ച എന്ന ആരോപണം നേരിടുന്ന ഘട്ടത്തിൽ പോലും പാർട്ടിക്ക് അതിനുള്ളിൽ നിന്നുകൊണ്ട് കൊടുക്കാവുന്നതെല്ലാം 3 തവണയാണ് അവർ പാർലമെൻ്ററി വ്യത്യസ്ത സ്ഥലങ്ങളിൽ മത്സരിച്ചത്. അവർ KTDC ചെയർപേഴ്സൺ അടക്കമുള്ള പദവികളിലേക്ക് എത്തി. അപ്പോൾ ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള മോഹം ഒരു ഭാഗത്തുണ്ട്. ഒരു ഭാഗത്ത് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലൊരു ഫിനാൻഷ്യലായിട്ടുള്ളൊരു അന്വേഷണത്തെ, സാമ്പത്തികമായിട്ടുള്ള അന്വേഷണത്തെ ഭയന്നു പോയി എന്നൊരു ആരോപണമുണ്ട്. യഥാർത്ഥത്തിൽ അവർ ഈ കോൺഗ്രസ് കുടുംബത്തോട് ചെയ്തത് എന്താണ് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുക? ഒരു സംശയവുമില്ല. അതിപ്രധാനമായിട്ടുള്ള ഒരു സമയത്ത് കോൺഗ്രസ് പാർട്ടിയെയും പ്രവർത്തകന്മാരെയും വഞ്ചിച്ച ആളുകളെ ഏത് രീതിയിൽ വിശേഷിപ്പിക്കും? ചരിത്രത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഇതുപോലെയുള്ളതായിരിക്കുന്ന വലിയ കൊടിയ വഞ്ചന. രാജാവിനെ, അതുപോലെ ഭരണകർത്താക്കളെ അതീവ കഠിനമായിട്ടുള്ള സമയത്ത് വഞ്ചിച്ച് പ്രതിയോഗികൾക്ക് ഒറ്റുകൊടുത്തു പോയതായിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രന്മാർ മുതൽ രാജാക്കന്മാർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. യൂദാസിനെ പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ, അവരെ വിശേഷിപ്പിക്കുക ആ രീതിയിൽ ഒരു സംശയമില്ല. ഒരു കാരണവശാലും പത്മജ വേണുഗോപാൽ ഈ സമയത്ത് പോയത് BJP സാമ്പത്തികം, അവർക്ക് അന്വേഷണ ഏജൻസികൾ, ED ആദായ നികുതി, അനുബന്ധമായിട്ടുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം അധികാരം, ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒരു വലിയതായിരിക്കുന്ന ഫോഴ്സാണ്. അതിനോടാണ് കോൺഗ്രസ് ഏറ്റുമുട്ടുന്നത്, രാഹുൽ ഗാന്ധി ഏറ്റുമുട്ടുന്നത്, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഏറ്റുമുട്ടുന്നത്. ഈ പോരാട്ടം ഒരു ത്യാഗനിർഭരമായ പോരാട്ടം. ത്യജിക്കുന്നതിൻ്റെയും അതുപോലെ വിഷമമേറിയ, ഇപ്പൊ ചിദംബരം ഒരുപാട് ദിവസം ജയിലിൽ കിടന്നല്ലോ, കേസെന്തായി? രാഹുൽ ഗാന്ധി 56 മണിക്കൂർ ചോദ്യം ചെയ്തല്ലോ, സോണിയാഗാന്ധിയെ 3 ദിവസം ചോദ്യം ചെയ്തല്ലോ, ഒരുപാട് പേരെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യുമ്പോഴും കേസെടുക്കുമ്പോഴും ഒരുപാട് ഭീഷണികൾ വരുന്ന സമയത്തും അതിനെ എതിരിടുക, അതാണ് നേരത്തെ സൂചിപ്പിച്ച ധാർമ്മിക ശേഷി എന്ന് പറയുന്നത്. ആ ധാർമ്മിക ശേഷി ഇല്ല എന്നുള്ളത് പത്മജ വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ന് 11 മണിക്ക് അംഗത്വം എടുക്കുകയാണെങ്കിൽ എന്നുള്ളതാണ്. എന്തായാലും അത് കോൺഗ്രസ് കുടുംബത്തെ ആകെ വിഷമിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പോരാട്ട വീര്യം കൂടും എന്ന് തന്നെയാണ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രാവിലെ സിദ്ദിഖ് എം.എൽ.എ നമ്മളോട് പറഞ്ഞത്. ഇനി നമുക്ക് മണ്ഡലത്തിലേക്ക് ഒന്ന് വരണം. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഒപ്പം ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ എം.എൽ.എയോട് ചോദിക്കാം. നമ്മൾ നല്ല കടുപ്പത്തിലുള്ളൊരു ചായ കൽപ്പറ്റയിൽ നിന്ന് കുടിച്ചു. എനിക്കൊപ്പം സിദ്ദിഖ് എം.എൽ.എ ഉണ്ട്. അരിപ്പത്തിരി ഇഷ്ടമാണോ? അരിപ്പത്തിരി ചേട്ടാ, നമുക്ക് 2 അരിപ്പത്തിരി എടുത്തോളാം. ചൂടോടുകൂടി 2 അരിപ്പത്തിരി. അരിപ്പത്തിരി ഇവിടെ ചുട്ടരിപ്പത്തിരി. നല്ല ചേട്ടനാണ് അരിപ്പത്തിരി ഉണ്ടാക്കുന്നത് അല്ലേ? എങ്ങനെ അരിപ്പത്തിരിയുടെ ഒരു റെസിപ്പി? അരിപ്പത്തിരി അരിപ്പൊടിയാണ്, അരിപ്പൊടി വാട്ടി എണ്ണയിലിട്ട് നല്ല ഫ്രൈ ആയിട്ട് എടുക്കും. കാണുമ്പോൾ തന്നെ കണ്ടോ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്ക് ഒന്ന് മതി. അതെ, ഞങ്ങള് എന്താണ് വിദ്വേഷത്തിന്റെ കടയിൽ നിന്ന് സ്നേഹത്തിന്റെയും അരിപ്പത്തിരി രുചിക്കാൻ സ്നേഹത്തിന്റെ കട തുറക്കുന്നു എന്ന് പറഞ്ഞതുപോലെ സ്നേഹത്തിന്റെ രുചിയുള്ള ഭക്ഷണം കഴിക്കുക. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുമല്ലേ, നമ്മൾ വയനാട് മണ്ഡലത്തിലെ കൂടി ഒന്ന് വന്നാൽ നമുക്കൊരു 5 മിനിറ്റ് കാര്യങ്ങൾ അവസാനിപ്പിച്ചാൽ ഫ്രീ ആക്കാം. തിരക്കുണ്ടെന്ന് എനിക്കറിയാം. ഒട്ടേറെ പരിപാടികൾ നടക്കാൻ തോന്നുന്നു MPയുടെ അല്ലേ? എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ MP ഫണ്ട് ചെലവഴിച്ചത് 17 കോടിയേ ഉള്ളൂവെങ്കിൽ പോലും മറ്റു ഫണ്ടുകൾ കൂടി ഉൾപ്പെടുത്തി ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ച മണ്ഡലം കൽപ്പറ്റ വയനാടാണ്. ഞാൻ പറയാം. ഒന്ന് ജെബി മേത്തർ, അമി യാഗ്നിക്, ഖേൽക്കർ ഉൾപ്പെടെയുള്ള വിവിധ MPമാരുടെ ഫണ്ടുകൾ, രാജ്യത്തുള്ള പാർലമെന്റ് രാജ്യസഭാ MPമാരുടെ ഫണ്ടുകൾ ഇവിടെയുള്ള ഈ കോവിഡ് സമയം മുതൽ വിവിധ മേഖലകളിലേക്ക് പൂൾ ചെയ്തു. അതിൻ്റെ കൂടെ
രാഹുൽ ഗാന്ധിയുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള CSR ഫണ്ടുകൾ, അനുബന്ധ ഫണ്ടുകൾ എല്ലാം ഇങ്ങോട്ട് ഒഴുകി. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ കാലത്ത് 9:15 ഈ വയനാട് ജില്ലയിലെ, വയനാട് പാർലമെന്റ് അല്ല, വയനാട് ജില്ലയിൽ മാത്രമുള്ള 10 അംഗനവാടികൾ, സ്മാർട്ട് അംഗനവാടികൾ, ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതാണ്. 10 സ്മാർട്ട് അംഗനവാടികൾ ഉദ്ഘാടനം ചെയ്യാൻ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നതായിരിക്കുന്നത് CSR ഫണ്ടാണ്. ആ 10 സ്മാർട്ട് അംഗനവാടികളും 2 നിലയുണ്ട്, അതിമനോഹരമായി ക്രമീകരിച്ചിട്ടുണ്ട്, എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. അവിടെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും അവിടെ കാണാൻ പറ്റും. പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, ഹൈ ഫെസിലിറ്റിയാണ്. ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റാത്തതാണ്. ഞങ്ങളെ ജില്ലയിലുള്ളതായിരിക്കുന്ന എല്ലാ അംഗനവാടികളും രാഹുൽ ഗാന്ധി സ്മാർട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലിയ മാറ്റം, അത് വലിയ ചേഞ്ചാണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകൾക്ക് വലിയ രീതിയിൽ അദ്ദേഹം വാഹനം കൊടുത്തിട്ടുണ്ട്. ആ വാഹനങ്ങൾ ഒന്നിച്ച് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. എൻ്റെ നിയോജക മണ്ഡലത്തിൽ മുട്ടിൽ പ്രൈമറി ഹെൽത്ത് സെന്റർ, വെങ്ങപ്പള്ളി പ്രൈമറി ഹെൽത്ത് സെന്റർ, തരിയോട് പ്രൈമറി ഹെൽത്ത് സെന്റർ, 3 ഇടത്തേക്കുള്ളതായിരിക്കുന്ന വാഹനം എൻ്റെ നിയോജക മണ്ഡലത്തിൽ മാത്രവും. അങ്ങനെ ഒത്തിരി കാര്യം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ കൈത്താങ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭവന നിർമ്മാണ പദ്ധതി, ആ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഒരു 10-25ഓളം ആളുകൾക്കുള്ളതായിരിക്കുന്ന ഭവനങ്ങൾ വീണ്ടും 5ാമത്തെ 6ാമത്തെ തവണയാണ് സ്ലോട്ട് വരുന്നത്, കൊടുക്കാൻ പോവുകയാണ്. താഴെ തിരുവമ്പാടി, നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് അവിടങ്ങളിൽ സമാനമായ രീതിയിൽ വേറെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ MP ഫണ്ട് 100%-ലധികമാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ളത്. അങ്ങനെ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള ഒരു MP വേറെ ഉണ്ടാവില്ല. ഇവിടെ വരുന്ന സമയത്ത് ദിശ മീറ്റിംഗ് കൃത്യമായി വിളിക്കും. സെൻട്രൽ ഗവൺമെന്റ് പ്രോജക്ട്സ് 3 മണിക്കൂർ അദ്ദേഹം ആ മീറ്റിംഗിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെലവഴിക്കും. ഓരോ ആസ്പെക്റ്റും അത് നോട്ട് ചെയ്യും. അത് ഫോളോ ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു സെപ്പറേറ്റ് സിസ്റ്റം ഉണ്ട്. ദിശ മീറ്റിംഗ്, സെൻട്രൽ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് സമയാസമയം ഞങ്ങളുടെ ഒരു അവലോകനമുണ്ട്. ഫൈനൽ അവലോകനം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കലക്ടറുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് നടക്കും. എല്ലാം കറക്റ്റ് ഫോളോ. MP-യുടെ ഓഫീസ് വളരെ സജീവമായി, MP-യുടെ സാന്നിധ്യം പല കാരണങ്ങളല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയ കാരണങ്ങൾ തന്നെയാണ്. വളരെ ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ചിലപ്പോൾ മണ്ഡലങ്ങളിൽ തുടർച്ചയായിട്ട് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോഴും എമർജൻസി സാഹചര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് യാത്ര നിർത്തിവെച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. കഴിഞ്ഞ തവണ 4 ലക്ഷമായിരുന്നു, പക്ഷേ ഇത്തവണ മത്സരിക്കാൻ പോകുന്നത് ആനി രാജയാണ്. ഞങ്ങൾ അതിലൊരു കാര്യം പറയാം. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു പിക്ചർ ജനങ്ങൾക്കില്ല. ദേശീയതല നേതാവും കോൺഗ്രസ് നേതാവും നെഹ്റു കുടുംബം ഒരു വലിയതായിരിക്കുന്ന ഒരു പെർസെപ്ഷനുണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അദ്ദേഹത്തിന്റെ പദ്ധതികൾ, അദ്ദേഹത്തിന്റെ ചേർത്ത് നിർത്തൽ, അവസാനം കർണാടക ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 15 ലക്ഷം രൂപ അദ്ദേഹം ചാലികതയിലെ അജീഷ് കാട്ടാന ബേലൂർ മഗ്ന എന്ന് പറയുന്ന കർണാടകയിൽ നിന്നുള്ളതായിരിക്കുന്ന റേഡിയോ കോളർ ധരിപ്പിച്ചതായിരിക്കുന്ന ആന വന്ന് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ചവിട്ടി ചുഴറ്റി എറിഞ്ഞു കൊലപ്പെടുത്തിയപ്പോൾ ആ വീട്ടിൽ ഭാരത് ജോഡോ ന്യായ് യാത്ര നിർത്തിവെച്ച് അദ്ദേഹം വന്നു, കുടുംബത്തിന്റെ കൂടെ ചേർന്ന് നിന്നു. അന്ന് തന്നെ പോളിന്റെ വീട്ടിൽ മറ്റുള്ളിടത്തൊക്കെ പോയി 15 ലക്ഷം രൂപ കൊടുക്കാൻ കർണാടക ഗവൺമെന്റുമായി ചർച്ച. ആ കുടുംബം കൊടുത്ത നിവേദനമാണ്. അവിടെ അത് രാഷ്ട്രീയ വിവാദമായപ്പോൾ കുടുംബം പറഞ്ഞു വേണ്ട. അപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ കോള് ഞങ്ങൾക്ക് വരുന്നത്. ആ കുടുംബത്തെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടാക്കാൻ പറ്റില്ല, ചേർത്ത് നിർത്തണം. ആ പണം പാർട്ടി കൊടുക്കണം. അത് കൊടുക്കാനുള്ള നടപടിയായി പാർട്ടി കൊടുക്കുകയാണ്. 15 ലക്ഷം പാർട്ടി കൊടുക്കുകയാണ്. ഓരോ തരത്തിലൂടെ ഞാൻ ചോദിക്കുന്നു, ഇപ്പോൾ പ്രൊഫഷണൽ MBBS-ന് പഠിക്കുന്ന കുട്ടികൾ, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികൾ, വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾ, എത്ര കുട്ടികളെ രാഹുൽ ഗാന്ധി ബാക്ക് ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്കൊന്ന് അത് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന രാഹുൽ ഗാന്ധി എന്നൊരു മാറ്റമാണ് 5 വർഷത്തിന് ശേഷം സംഭവിച്ചത്. പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ പറയാം, ഞങ്ങളുടെ ജില്ല ഒരു വലിയ പരിമിതികളുള്ള ജില്ലയാണ്. ഞങ്ങൾക്ക് റെയിൽവേ കണക്ടിവിറ്റി ഇല്ല. അത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റാണ് തലശ്ശേരിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള പുതിയ പദ്ധതി അതിന്റെ കൂടെ ചേർത്ത് നിർത്തി പരാജയപ്പെടുത്തിയത്. ഞങ്ങൾക്ക് നൈറ്റ് ട്രാഫിക് ബാൻ ഞങ്ങൾ നേരിടുകയാണ്. രാത്രി യാത്ര കർണാടകയിൽ നമ്മുടെ സർക്കാർ വന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. ഞങ്ങൾ അതിന്റെ സംസാരം ആരംഭിച്ചു. കുറെ കൂടെ അതിന്റെ കാഠിന്യം കുറയ്ക്കാനുള്ള നടപടികൾ ആലോചിക്കാമെന്ന് തത്വത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിലേക്കും പോവുകയാണ്. അതിൽ രാഹുൽ ഗാന്ധി വളരെ പോസിറ്റീവായിട്ട് ഇടപെട്ടു. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്രൂഷ്യൽ ഇഷ്യൂ ഇവിടുത്തെ മെഡിക്കൽ കോളേജാണ്. ഇപ്പോൾ തോമസ് എന്ന് പറയുന്ന ആളെ കടുവ കടിച്ചപ്പോൾ തുടയിലാണ് കടിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നത് ചോര വാർന്നാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് റെഫർ ചെയ്ത് പോകുമ്പോൾ ജനറൽ ആശുപത്രിയിൽ എത്തുമ്പോഴത്തേക്ക് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് മരിക്കുകയാണ്.
ഈ നമ്മുടെ പോള് മരിക്കുന്നത് എയർ ആംബുലൻസ് മന്ത്രി ക്രമീകരിക്കുമെന്നൊക്കെ പറഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്ക് ആ കാട്ടാൻ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റതായിരിക്കുന്ന പോള് മരിക്കുകയാണ്. ഈ ജില്ലയിൽ 50 ഏക്കർ ഭൂമി ചന്ദ്രപ്രഭ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ കൊടുത്തത് അവിടെ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാതെ ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജാക്കി ബോർഡ് വെച്ച് അവിടെ റഫർ ചെയ്യുന്ന പ്രവർത്തനം മാത്രം നടക്കുക. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ച സമയത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഗവൺമെന്റ് വരട്ടെ, സമാധാനിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ റെയിൽവേ, ഞങ്ങളുടെ യാത്രാ പ്രശ്നം, ഞങ്ങളുടെ മെഡിക്കൽ ഇഷ്യൂസ്, വന്യജീവി സംഘർഷം, ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ബാക്കപ്പും തരാൻ ഈ മനുഷ്യന് കഴിയും. ഞങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളുടെയും പരിഹാരമാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഓക്കെ, താങ്ക് യു. ആ പ്രതീക്ഷയിൽ നമുക്ക് ഈ ചായ കൂടി അവസാനിപ്പിക്കാം. അപ്പൊ സ്ഥിതിക്ക് നമുക്ക് കാണാം ഇനി വീണ്ടും. റിപ്പോർട്ടർ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. തെരഞ്ഞെടുപ്പ് ഉത്സവം അതിമനോഹരമായി ജാക്കിയോടൊപ്പം പ്രത്യേക സന്തോഷം. താങ്ക് യു സിദ്ദിഖ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അല്ലേ? സിദ്ദിഖിനും നമ്മൾ കണ്ടത് വേറിട്ടൊരു വേഷത്തിലാണ്. വളരെ ആക്റ്റീവാണ് സിദ്ദിഖ് മണ്ഡലത്തിൽ. ത്രൂ ഔട്ട് രാഷ്ട്രീയ വിഷയങ്ങളാണെങ്കിലും പ്രതിഷേധ വിഷയങ്ങളാണെങ്കിലും ഒക്കെ സിദ്ദിഖ് ഇങ്ങനെ പാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഊർജവും ആ ഫയറും വിടണ്ട. താങ്ക് യു.